ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, കാനഡയിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കു വേണ്ടി പഞ്ചാബിലേക്ക് നിർബാധം പണം ഒഴുകുന്നുണ്ട്. കഴിഞ്ഞ വർഷം പഞ്ചാബിനെ വിറപ്പിച്ച് ഒടുവിൽ അകത്തായ അമൃത്പാൽ സിംഗ് എന്ന രണ്ടാം ഭിന്ദ്രൻവാല, അയാൾ അറിയപ്പെടുന്നത് അങ്ങനെയാണ്. അയാളും കാനഡയിൽ നിന്നാണ് വന്നത്. പന്നുവിനെ പോലെ ഇന്ത്യ വിരുദ്ധതയും അതുപോലെ ഹിന്ദു വിരുദ്ധതയും തന്നെയായിരുന്നു അമൃത്പാലിന്റെയും ഏറ്റവും വലിയ പ്രധാനപ്പെട്ട വിഷയം. പഞ്ചാബിലെ ഗായക ഗുണ്ടകൾ എന്നറിയപ്പെടുന്ന ഗാങ്സ്റ്റർ റാപ്പിസ്റ്റുകൾ, അവർക്കും പണം വരുന്നത് കാനഡയിൽ നിന്നാണ്. മനുഷ്യക്കടത്ത്, ഗുണ്ടാ പ്രവർത്തനം, ഡ്രഗ് പാർട്ടികൾ, തട്ടിക്കൊണ്ടുപോയി വിലപേശുന്നതൊക്കെ ഉൾപ്പെടെ ഒരു അധോലോകത്തെ നിയന്ത്രിക്കുന്നത് പഞ്ചാബിലെ റാപ്പ് ഗായകരും അവർക്ക് ചേർന്ന് നിൽക്കുന്നവരുമാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു കോൺഗ്രസ് നേതാവും റാപ്പ് ഗായകനുമായ സിദ്ധു മൂസേവാല. അയാള് ലക്ഷങ്ങൾ ആരാധകരുള്ള 29കാരന്റെ മൃഗീയമായ കൊലപാതകം, ഇതെല്ലാം മൂസേവാലയാണ് കേട്ടോ, റാപ്പ് ഗായകനാണ്. കാനഡയിലേക്കുള്ള മനുഷ്യക്കടത്താണ് ഇത്തരം ഗാങ്സ്റ്റർ റാപ്പിസ്റ്റുകളുടെ മറ്റൊരു പണി. പ്രശസ്ത ഗായകൻ ഡാലർ മെഹന്തി വരെ ഇങ്ങനെ കാനഡയിലേക്കുള്ള മനുഷ്യക്കടത്തിൽ അറസ്റ്റിലായവരിൽ ഉൾപ്പെടുന്നു. ഇപ്പോൾ തീവ്രവാദികളോട് കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് എന്ന രീതിയിൽ ഭാരതവും തിരിച്ചടിക്കുന്ന കാലമാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള നിരവധി ഖലിസ്ഥാൻ ഭീകരരാണ് അജ്ഞാതരാൽ ഈയിടെ കൊല്ലപ്പെട്ടിരിക്കൊണ്ടിരിക്കുന്നത്. 3 വ്യത്യസ്ത രാജ്യങ്ങളിലായി നടന്ന 3 കൊലപാതകങ്ങൾ, ഒന്ന് പാകിസ്ഥാനിലും പിന്നൊന്ന് കാനഡയിൽ, മറ്റൊന്ന് ബ്രിട്ടനിൽ. കൊല്ലപ്പെട്ട 3 പേരും ഖലിസ്ഥാൻ സംഘടനകളുടെ നേതൃസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന തീവ്രവാദികൾ. 3 പേരും ഇന്ത്യയുടെ നോട്ടപ്പുള്ളികൾ. ഇന്ത്യ വിരുദ്ധത മാത്രം ജീവിതത്തിന്റെ ഉപാധികളാക്കി കൊണ്ടു നടന്ന ആളുകൾ. രക്തത്തിൽ വരെ ഇന്ത്യ വിരുദ്ധതകൾ ഒളിച്ചു കടത്തിയിരുന്ന ആളുകൾ. കഴിഞ്ഞ മെയ് 6-ാം തീയതിയായിരുന്നു ആദ്യത്തെ കൊലപാതകം. ഖലിസ്ഥാൻ കമാൻഡോ ഫോഴ്സ് മേധാവി പരംജിത് സിംഗ് പഞ്ച്വാർ പാകിസ്ഥാനിലെ ലാഹോറിൽ വെച്ചിട്ടാണ് വെടിയേറ്റ് മരിക്കുന്നത്. ജൂൺ 15-ന് ഖലിസ്ഥാൻ ലിബറേഷൻ ഫോഴ്സിലെ അംഗമായ അവതാർ സിംഗ് പൂർബ ബ്രിട്ടനിലെ ബർമിംഗ്ഹാമിലെ ഒരു ആശുപത്രിയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചു. അവതാർ സിംഗ് പൂർബ രക്താർബുദം ബാധിച്ച് ചികിത്സയിലായിരുന്നെങ്കിലും വിഷബാധയേറ്റിട്ടാണ് മരണമെന്നാണ് അനുയായികൾ ആരോപിച്ചത്. പൂർബയ്ക്ക് അസുഖമുണ്ട് എന്ന അവകാശവാദങ്ങൾ സിഖ് സംഘടനയായ ഖൽസ എയ്ഡ് ഇന്റർനാഷണൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ രവി സിംഗ് തള്ളിക്കളഞ്ഞു. കഴിഞ്ഞ മാസം 19-ാം തീയതിയായിരുന്നു 3ാമത്തെ കൊലപാതകം. ഇന്ത്യ പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ച ഖലിസ്ഥാൻ വിഘടനവാദി നേതാവ് ഹർദീപ് സിംഗ് നിജാർ കാനഡയിൽ വെടിയേറ്റ് മരിച്ചു. ഇതാണ് ഇപ്പോൾ കാനഡയും ഇന്ത്യയും തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങൾ വഷളാകാൻ തന്നെ കാരണം. എല്ലാം ഇന്ത്യ ഇതൊക്കെ നിഷേധിക്കുകയാണ്, ഇന്ത്യയാണ് എന്ന് കാനഡ ആരോപിക്കുന്നു. അപ്പോഴും ചോദ്യങ്ങൾ ഒരുപാടാണ്. പിന്നെ ആരാണ് ഇന്ത്യയുടെ ശത്രുക്കളെ കാലപുരിക്ക് അയക്കുന്നത്? വിദേശ രാജ്യങ്ങൾ പറയുന്നത് അത് ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസിയായ റോ തന്നെയാണ് എന്നാണ്. കാരണം മൊസാദാണ് റോയെ ട്രെയിൻ ചെയ്യുന്നത്. മൊസാദിന്റെ രീതിയും ഇത് തന്നെയാണ്. ഇസ്രായേലിനെതിരെയുള്ള ശത്രുലോകത്തിന്റെ ഏത് കോണിൽ ഒളിച്ചാലും ശരി, ഇറാനകത്ത് മണ്ണ് കുഴിച്ച് ഭൂഗർഭ അറകൾ ഉണ്ടാക്കി, അതിനകത്ത് തട്ടുകൾ ഉണ്ടാക്കി, അതിനകത്ത് ഇസ്മായിൽ ഹനിയയെ ഒളിപ്പിച്ചിരുന്നു. അതിനകത്ത് കയറിയാണ് മൊസാദ് ഇസ്മായിൽ ഹനിയയുടെ ഉടൽ അവിടെ ഇട്ടിട്ട് തല പറിച്ചുകൊണ്ടുവന്നത്. അതുപോലെ മൊസാദ് ട്രെയിൻ ചെയ്യുന്ന റോയും ഏതാണ്ട് സമാന സ്വഭാവമുള്ളതാണ് എന്ന് തന്നെയാണ് ലോകരാജ്യങ്ങൾ ആരോപിക്കുന്നത്. ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസിയായ റോയെ സംബന്ധിച്ച് ലോകരാജ്യങ്ങൾ ആകാംക്ഷയോടുകൂടി നോക്കിക്കാണുന്നു. മൊസാദിനൊപ്പം തന്നെ അമേരിക്കയുടെ CIA-യുടെയും മൊസാദിന്റെയും ഒക്കെ കില്ലർ സ്ക്വാഡുകളെ കുറിച്ച് നമുക്കറിയാം. ലോകത്തിലെ ഏത് കോണിൽ പോയി ശത്രുക്കളെ കൊന്ന് അവിടെ തന്നെ ഇട്ടിട്ട് വരുന്ന രീതി, ആ ശൈലിയിലേക്ക് റോയും മാറി. വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പാകിസ്ഥാനിൽ വെച്ച് നിരവധി കാശ്മീർ ഭീകരരും കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ പന്നുവിന്റെ നാളുകളും എണ്ണപ്പെട്ടു. 2020-ൽ ഇന്ത്യ ഗവൺമെന്റ് പന്നുവിനെ തീവ്രവാദിയായി പ്രഖ്യാപിച്ചു. അപ്പോഴേക്കും റോയുടെ നോട്ടപ്പുള്ളിയായി പന്നു മാറി. 2023-ൽ വധശ്രമത്തിൽ നിന്ന് ഭാഗ്യം കൊണ്ട് പന്നു രക്ഷപ്പെട്ടു. അതിന്റെ കേസ് ഇപ്പോഴും തുടരുന്നു. പിന്നീട് ഇന്ത്യക്കാരനായ നിഖിൽ ഗുപ്ത എന്ന 52കാരൻ കേസിൽ പിടിക്കപ്പെട്ടു. ന്യൂയോർക്കിലെ ഫെഡറൽ കോടതിയിലാണ് പ്രോസിക്യൂട്ടർമാർ കുറ്റപത്രം സമർപ്പിച്ചത്. പന്നുവിനെ വധിക്കുന്നതിന് വേണ്ടി വാടക കൊലയാളിയെ ഏർപ്പെടുത്തിയെന്ന് ആരോപിച്ച് ജൂൺ 30-ാം തീയതി ചെക്ക് അധികൃതരാണ് ഗുപ്തയെ അറസ്റ്റ് ചെയ്തിരുന്നത്. US-ഉം ചെക്ക് റിപ്പബ്ലിക്കും തമ്മിലുണ്ടായ ഉഭയകക്ഷി കൈമാറൽ ഉടമ്പടി പ്രകാരമായിരുന്നു അറസ്റ്റ്. വാടക കൊലയാളിയെ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി ഡൽഹിയിലുള്ള ഒരു ഇന്ത്യൻ ഉദ്യോഗസ്ഥനാണ് ഗുപ്തയെ നിയോഗിച്ചതെന്നും നവംബർ 29-ാം തീയതി ഫെഡറൽ കോടതിയിൽ സമർപ്പിച്ച US-ന്റെ കുറ്റപത്രത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്. അടുത്തിടെ ഉണ്ടായ മറ്റ്
ഹിഡൻ ഓപ്പറേഷനുകൾ പോലെ പന്നുവിന്റെ വധശ്രമത്തിന് പിന്നിലും ഇന്ത്യയാണ് എന്ന് കാനഡ ആരോപിക്കുന്നു. കനേഡിയൻ മണ്ണിൽ ഖലിസ്ഥാനികൾ ഉണ്ടെന്നും അവർ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നുണ്ടെന്നും കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ തുറന്ന് സമ്മതിച്ചിട്ടുണ്ട്. ഖലിസ്ഥാൻ എന്ന പ്രത്യേക രാജ്യത്തിനു വേണ്ടി വാദിക്കുന്ന ഒട്ടനേകം പേർ കാനഡയിൽ ജീവിക്കുന്നുണ്ട്. എന്നാൽ കാനഡയിൽ കുടിയേറി പാർത്തു വന്ന സിഖ് സമൂഹം മുഴുവൻ ഈ വിഭാഗത്തിൽ പെടുന്നില്ല. ഏതാനും ചിലർ വേറിട്ട് ചിന്തിക്കുന്നുണ്ട്. ആ വിഭാഗത്തെ മുഴുവനായി കുറ്റപ്പെടുത്താനും സാധിക്കില്ല. കാനഡയിൽ താമസിക്കുന്ന ഹൈന്ദവരിൽ ചിലർ നരേന്ദ്രമോദിയെ പിന്തുണയ്ക്കുന്നവരാണ് എന്ന് കരുതി ഹിന്ദു സമൂഹം മുഴുവൻ മോദിയെ പിന്തുണയ്ക്കുന്ന അനുകൂലികളല്ല. അതുപോലെയാണ് സിഖുകാരും എന്നാണ് ട്രൂഡോയുടെ അഭിപ്രായം. തലസ്ഥാനമായ ഒട്ടാവയിൽ പാർലമെന്റ് സമുച്ചയത്തിൽ ഇന്ത്യൻ വംശജർ സംഘടിപ്പിച്ച ദീപാവലി ആഘോഷത്തിൽ പങ്കെടുത്ത് സംസാരിക്കുമ്പോഴായിരുന്നു ട്രൂഡോ ഇതൊക്കെ വ്യക്തമാക്കിയത്. പക്ഷേ കാനഡ സിഖ് തീവ്രവാദത്തോട് മൃദു സമീപനമാണ് സ്വീകരിക്കുന്നത് എന്നതൊരു വസ്തുതയാണ്. പക്ഷേ എന്ത് വില കൊടുത്തും ഖലിസ്ഥാൻ തീവ്രവാദത്തെ അടിച്ചമർത്തുമെന്ന നിലപാടിലാണ് ഇന്ത്യ. ഏത് വിഭാഗമാണെങ്കിലും ശരി, ഭീകരവാദത്തിന്റെയും തീവ്രവാദത്തിന്റെയും അന്യമത വിദ്വേഷത്തിന്റെയും ഒക്കെ കെടുതികൾ ഇഷ്ടം പോലെ അനുഭവിച്ച രാജ്യങ്ങളാണല്ലോ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ. എന്നിട്ടും 4 വോട്ടിന് വേണ്ടി കാനഡ അടക്കമുള്ള രാജ്യങ്ങൾ ഖലിസ്ഥാൻ ഭീകരതയോട് മൃദു സമീപനം സ്വീകരിക്കുന്നത് ഭീകരതയെ തച്ചു വളർത്താൻ സഹായിക്കുന്നത് പോലെ തന്നെയാണ്. തച്ചുടയ്ക്കേണ്ടതിന് പകരം അതിനെ വാനോളം വളർത്തിയാൽ അത് നമ്മളെ വിഴുങ്ങുന്ന രൂപത്തിൽ വളർന്നു വലുതായി നമുക്കെതിരെ തന്നെ വന്നു നിൽക്കുന്ന ഒരു ദിവസം വരും. കാനഡ തന്നെയാണ് ഈ തീവ്രവാദികളെ ഇത്രയധികം വളർത്തിക്കൊണ്ടുവന്നത്. ഇത്തരം ഭീകരന്മാരോട് മൃദു സമീപനം സ്വീകരിക്കും. ഇത്തരം ഈ ഖലിസ്ഥാൻ ഭീകരരോട്, കൊലയാളികളോട്, അക്രമാസക്തരായ ആളുകളോട് നിയമപരമായ രൂപത്തിൽ ഒരു നയവും സ്വീകരിക്കാതെ അവരെ അഴിച്ചുവിടുകയും അവരെ താലോലിക്കുകയും ചെയ്യുന്ന സമീപനമാണ് ഇവർ സ്വീകരിക്കാറുള്ളത്. ഹിന്ദുക്കളെ ആക്രമിച്ച കനേഡിയൻ പോലീസുകാരന് മുമ്പ് കുറച്ച് ദിവസമായിട്ടേ ഉള്ളൂ ക്ലീൻ ചിറ്റ് നൽകി കാനഡ വിട്ടു. ബ്രാംപ്ടണിലെ ഹിന്ദു ക്ഷേത്രത്തിന് നേരെ നടന്ന ഖലിസ്ഥാൻ ആക്രമണത്തിൽ പ്രതിഷേധിച്ച ഹിന്ദു വിശ്വാസികളോട് അപമര്യാദയായി പെരുമാറിയ സംഭവത്തിലാണ് കനേഡിയൻ പോലീസുകാരന് ക്ലീൻ ചിറ്റ് നൽകിയത്. എക്സിൽ വൈറലായ വീഡിയോയിൽ പോലീസുകാരൻ പ്രതിഷേധക്കാരെ ഉപദ്രവിക്കുന്നത് വ്യക്തമായിട്ടുമുണ്ടായിരുന്നു. എന്നിട്ടും അവരെ അനുകൂലിക്കാൻ ഇവർ നിർബന്ധിതരായി. ബ്രാംപ്ടൺ ക്ഷേത്രത്തിലേക്ക് ഇരച്ചു കയറിയ ഖലിസ്ഥാൻ ഭീകരർ അവിടെ ഉണ്ടായിരുന്ന ഭക്തജനങ്ങളെ അടക്കം ക്രൂരമായി മർദ്ദിച്ചു. സംഭവത്തിനെതിരെ പ്രതിഷേധക്കാർ അണിനിരന്നു. ഹിന്ദുക്കളെയാണ് കനേഡിയൻ പോലീസുകാരനായ ഹരീന്ദർ സോഹി മർദ്ദിച്ചത്. പ്രതിഷേധക്കാരുടെ തലയിൽ ഇടിക്കുകയും ബാറ്റൺ ഉപയോഗിച്ച് തല്ലുകയും ചെയ്ത ദൃശ്യങ്ങൾ പുറത്തു വന്നു. എന്നാൽ സോഹിയെ പിന്തുണയ്ക്കുന്ന സമീപനമായിരുന്നു അവിടെ എത്തിച്ചേർന്ന മറ്റ് കനേഡിയൻ ഉദ്യോഗസ്ഥർ സ്വീകരിച്ചത്. സംഭവത്തിൽ അതിരൂക്ഷമായ വിമർശനം ഉയർന്നു. പോലീസുകാരനെതിരെ നടപടി വേണമെന്ന ആവശ്യം ശക്തമായി. കാനഡയിലെ പീൽ പോലീസിലെ ഉദ്യോഗസ്ഥനാണ് സോഹി. ഖലിസ്ഥാൻ അനുകൂല പ്രതിഷേധങ്ങളിലും മാർച്ചുകളിലും ഇയാൾ പങ്കെടുക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നു. മാർച്ചിൽ പങ്കെടുത്തതിന് ഇയാൾക്ക് സസ്പെൻഷൻ നടപടിയും നേരിട്ടിട്ടുണ്ട് മുമ്പ്. അതുകൊണ്ട് തന്നെ സോഹിയെ ഖലിസ്ഥാൻവാദി എന്നാണ് ഹിന്ദു സമൂഹം വിമർശിക്കുന്നത്. എന്നാൽ സോഹി തെറ്റുകാരനല്ല എന്ന നിലപാടാണ് കാനഡയിലെ പീൽ പോലീസ് സ്വീകരിച്ചത്. പ്രതിഷേധക്കാർ പ്രകോപിതരായതോടുകൂടി സംഘർഷാവസ്ഥ ലഘൂകരിക്കുന്നതിന് വേണ്ടി ഇടപെടലുകൾ നടത്തുക മാത്രമാണ് പോലീസുകാരൻ ചെയ്തത് എന്ന് അന്വേഷണ സംഘം വാദിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സോഹിക്ക് കനേഡിയൻ പോലീസിന്റെ ക്ലീൻ ചിറ്റ് ലഭിച്ചത്. ഈ തീവ്രവാദികളോട് മൃദു സമീപനം സ്വീകരിക്കുന്നത് കൊണ്ട് തന്നെ ഇന്ന് കാനഡ ഈ ഭീകരവാദികളുടെ ഭീഷണിയിലാണ്.